ത്രിയേക ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പുതിയ വർഷത്തിൻ്റെ പ്രാരംഭത്തിൽ ദൈവത്തിൻ്റെ ശബ്ദം നമ്മുടെ ജീവിതങ്ങളെ തീവ്രമായി സ്വാധീനിക്കാൻ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പൂർത്തിയാക്കപ്പെടുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് നമ്മളിൽ രൂപപ്പെടുക എന്നതാണ് പുതുവർഷത്തിൻ്റെ സുപ്രധാനമായ ഒരു തിരിച്ചറിവ് നമ്മളിൽ സംഭവിക്കേണ്ടത്. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് പുതിയ വർഷത്തെക്കുറിച്ച്? ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് ഈ വർഷത്തിൽ എൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച്? ദൈവത്തിൻ്റെ പദ്ധതി എന്താണ് സഭയെക്കുറിച്ച്? ദൈവത്തിൻ്റെ പദ്ധതി എന്താണ് തകർന്നും പാപത്തിലും അശുദ്ധിയിലും കിടക്കുന്ന മനുഷ്യൻ്റെ വീണ്ടെടുപ്പിനെക്കുറിച്ച്? ഈ പദ്ധതികൾ അന്വേഷിക്കുന്ന ഒരനുഭവം പുതുവർഷത്തിൻ്റെ ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മുടെ ഹൃദയങ്ങളിൽ രൂപപ്പെടാനിടയായാൽ നിശ്ചയമായും പുതിയ ബോധ്യങ്ങളുടെ, പുതിയ അനുഭവങ്ങളുടെ, ആത്മീക വിപ്ലവങ്ങളുടെ കാലഘട്ടമായി ഈ ആണ്ട് രൂപപ്പെടുമെന്നതിന് തർക്കമില്ല. അതുകൊണ്ട് നമുക്ക് മനസ്സ് തുറക്കാം, ദൈവത്തിൻ്റെ പദ്ധതികൾക്കായി കാതോർക്കാം. തൻ്റെ പദ്ധതി താൻ വെളിപ്പെടുത്തട്ടെ. താൻ വെളിപ്പെടുത്തുന്ന പദ്ധതിയെ തുറന്ന് സ്വീകരിക്കാനുള്ള മനസ്സിൻ്റെ തുറവി നമുക്ക് ലഭിക്കട്ടെ. ഇതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 26 മുതൽ 38 വരെയുള്ള തിരുവചന ഭാഗങ്ങളെക്കുറിച്ച് ഇതിനു മുമ്പ് നാം ധ്യാനിച്ചിട്ടുണ്ട്. അതിൻ്റെ 2-ാം ഭാഗം എന്ന നിലയിൽ ചില ചിന്തകൾ പങ്കുവയ്ക്കാൻ ദൈവാത്മാവിൽ പ്രത്യാശിക്കുകയാണ്. തുറന്ന മനസ്സോടെ നമുക്ക് ശ്രദ്ധിക്കാം. ഗബ്രിയേൽ ദൈവദൂതൻ പരിശുദ്ധ മാതാവിൻ്റെ അടുക്കൽ കടന്നു വന്ന് ദൈവത്തിൻ്റെ പദ്ധതി അറിയിക്കുന്ന സംഭവമാണ് ഇവിടെ നമ്മൾ കാണുക. ഇതിനെ വെറുമൊരു അറിയിപ്പ് എന്നതിനപ്പുറമായി ദൈവത്തിൻ്റെ വലിയൊരു ദൈവത്തിൻ്റെ പർപ്പസ് പങ്കുവെക്കുന്ന ഒരു അനുഭവമായിട്ട് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ദൂതന്മാരുടെ ഈ കാലഘട്ടത്തിലെ ദൗത്യം നിർവഹിക്കുന്ന നാം ഓരോരുത്തരും തിരിച്ചറിയണം, നാമും നമ്മുടെ മുന്നിലുള്ള സമൂഹത്തോട് പങ്കുവെക്കേണ്ടത് ദൈവത്തിൻ്റെ പദ്ധതികളാണ്, ദൈവത്തിൻ്റെ പർപ്പസാണ്. എന്താണ് ലോകത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പർപ്പസ്? എന്താണ് എൻ്റെ മുന്നിലിരിക്കുന്ന സമൂഹത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പർപ്പസ്? എന്താണ് എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പർപ്പസ്? ഈ പർപ്പസ് അന്വേഷിപ്പാനും, ഈ പർപ്പസ് കണ്ടെത്താനും, ഈ പർപ്പസ് മറ്റുള്ളവരോട് പങ്കുവെക്കാനും കഴിയുന്നിടത്താണ് യഥാർത്ഥ ദൂതൻ്റെ ഭാവത്തിലേക്ക് നാം ഓരോരുത്തരും കടന്നു വരുന്നത് എന്ന് നമ്മൾ ഗൗരവത്തോടെ തിരിച്ചറിയണം. ഇവിടെ ഗബ്രിയേൽ ദൈവദൂതൻ മാതാവിൻ്റെ അടുക്കൽ കടന്നു വന്നിട്ട് മാതാവിനോട് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ എന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് 29-ാമത്തെ വാക്യം എഴുതിയിരിക്കുക. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു എന്നാണ് എഴുതിയിരിക്കുക. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു എന്നാണ് എഴുതിയിരിക്കുക. ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ അതിശയത്തോടെയാണ് ഈ തിരുവചന ഭാഗത്തെ ധ്യാനിക്കാൻ ശ്രദ്ധിച്ചത്. എന്താണ് ഇവിടെ കാണുക? ഗബ്രിയേൽ ദൈവദൂതൻ വന്ന് മാതാവിനോട് ഒരു സന്ദേശം പറയുകയാണ്. കേൾക്കാൻ വളരെ സുഖമുള്ള ഒരു സന്ദേശമാണ് ഗബ്രിയേൽ പറയുക. ഏതൊരു ദൈവാന്വേഷിയും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു സന്ദേശമാണ് ദൂതൻ പറയുക. ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ശാപത്തിൻ്റെയോ ഒരു നൊമ്പരത്തിൻ്റെയോ ഒരു കഷ്ടത്തിൻ്റെയോ ഒന്നും ഒരു സന്ദേശമല്ല. ഒരു വിശ്വാസി തൻ്റെ ജീവിതത്തിൽ സ്വർഗത്തിൽ നിന്ന് എന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്ന മനോഹരമായ ഒരു അഭിവാദനം. ഇതിൽ പരം മനോഹരമായ ഒരു അഭിവാദനം വേറെ എന്താണുള്ളത്? പറയാണ്, കൃപ നിറഞ്ഞവളെ, കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം. എന്നിട്ട് പറയാണ്, കർത്താവ് നിന്നോട് കൂടെ. പ്രിയപ്പെട്ടവരെ, മാതാവിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഒരു നല്ല സമർപ്പണമുള്ള വ്യക്തിത്വത്തിൻ്റെ ഉടമ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് എന്നും വഴങ്ങിക്കൊടുക്കാൻ മനസ്സ് കാണിക്കുന്നവൾ, ന്യായപ്രമാണങ്ങൾ കൃത്യമായി അനുഷ്ഠിക്കുന്നവൾ, ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ജീവിക്കാൻ കുഞ്ഞിലേ മുതൽ ദേവാലയത്തിൽ സമർപ്പിക്കപ്പെട്ടവൾ. അശുദ്ധിയുടെ തലങ്ങളിലൊന്നുമല്ല അവളുടെ ജീവിതത്തിൻ്റെ യാത്രയിലിടനീളം കൊച്ചു കൊച്ചു പ്രയാസങ്ങളും നൊമ്പരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നേക്കാം. പക്ഷെ എങ്കിലും ദൈവത്തിന് സമ്പൂർണമായി അർപ്പണം ചെയ്ത ഒരു വിശുദ്ധ ജീവിതം, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജീവിതം, ഇത്രയും മനോഹരമായ ഒരു ആത്മീക ജീവിതത്തിനുടമയായ മാതാവ് സ്വർഗത്തിൽ നിന്ന് തനിക്ക് കേൾക്കാൻ സാധിക്കുന്നതിലേക്കും വച്ച്
ഏറ്റവും ശ്രേഷ്ഠമായ ഈ അപ്രീസിയേഷൻ, ഈ അഭിവാദനം കേട്ടപ്പോൾ പേടിച്ചു പോയി എന്നാണ് എഴുതിയിരിക്കുക, ഭ്രമിച്ചു പോയി എന്നാണ് എഴുതിയിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് മാതാവിന് ഈ വചനം ഒരു ഭ്രമമായി, ഭ്രമിക്കലായി, ഒരു പേടിക്കുന്ന ഒരു അനുഭവമായി പരിണമിക്കാനുള്ള കാരണം? പ്രിയപ്പെട്ടവരെ, അതിൻ്റെ കാരണമായി ഞാൻ കാണുന്ന ഇതാണ്. സ്വർഗത്തിൻ്റെ ദൂതിനെ വളരെ ഗൗരവത്തോടെയാണ് അന്നത്തെ ജനം എടുത്തിരുന്നത്. മാതാവ് മാത്രമല്ല, സഖറിയ പുരോഹിതനും യൗസേപ്പും എല്ലാം ഇതേ ഭ്രമിക്കലിലൂടെ കടന്നു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പഴയ നിയമ ശാസനത്തിൽ ഉള്ള ജനസമൂഹം ദൈവത്തിൻ്റെ വാക്കുകളെ, ദൈവത്തിൻ്റെ വചനത്തെ വളരെ ഗൗരവത്തോടെയാണ് സമീപിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ദൈവം പറയുന്ന വാക്കിൻ്റെ ഓരോ കുത്തും കോമയും പോലും വളരെ ഗൗരവത്തോടുകൂടെ സ്വീകരിക്കുന്ന ഒരു സാഹചര്യമാണ് അന്നത്തെ സംവിധാനങ്ങൾക്ക്, അന്നത്തെ വ്യക്തികൾക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഗബ്രിയേലിലൂടെ വളരെ കാര്യമായൊരു വചനം ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുമ്പോൾ അവിടെ വാസ്തവത്തിൽ മാറ്ററിലോട്ട് കടന്നിട്ടില്ല. ഗബ്രിയേൽ മാറ്ററിലോട്ട് കടന്നിട്ടില്ല. മാറ്ററിലോട്ട് കടക്കുന്നതിന് മുമ്പുള്ള അഭിവാദനമാണ്. അഭിവാദനം മാത്രമായിട്ടുള്ളൂ. ആ അഭിവാദനം കേട്ടപ്പോൾ തന്നെ ഭ്രമിച്ചു, പേടിച്ചു, വിറച്ചു. വളരെ ഗൗരവത്തോടെ ദൈവത്തിൻ്റെ വാക്കുകളെ സമീപിക്കുന്ന ഒരു വ്യക്തിക്ക് അല്പം വിറയലോടെ അല്ലാതെ ദൈവവചനത്തെ കേൾക്കാൻ സാധിക്കത്തില്ല. പക്ഷേ ഇന്ന് ഞാൻ ശ്രദ്ധിക്കുകയാണ്, ഇന്നത്തെ ഒരു കാലഘട്ടത്തിലെ വിശ്വാസി ഒട്ടും വിറയലോടെ അല്ല വചനത്തെ കേൾക്കുക. ഒട്ടും ഒരു ഗൗരവത്തോടെ അല്ല ദൈവവചനത്തെ കേൾക്കുക. ഇന്നത്തെ വിശ്വാസി വളരെ ലാഘവത്തോടെ ദൈവവചനത്തെ, ദൈവത്തിൻ്റെ വാക്കുകളെ സ്വീകരിക്കുന്ന ഒരു അനുഭവമാണ്. വാസ്തവത്തിൽ അതാണ് ഈ കാലഘട്ടത്തിൻ്റെ അപകടം. ഞാൻ വിശ്വസിക്കുന്നു മാതാവ് വളരെ സീരിയസ് ആയിട്ട്, ഗൗരവമായിട്ട് ആ വചനത്തെ സമീപിച്ചത് കൊണ്ടാണ് യേശുവിനെ ഉള്ളിൽ വഹിക്കുന്ന വ്യക്തിത്വമായി പരിണമിക്കാൻ ആ അമ്മയ്ക്ക് കഴിഞ്ഞത്. സംശയമൊന്നും വേണ്ട. വളരെ സിമ്പിളായിട്ട്, നിസ്സാരമായിട്ട് എടുക്കുന്ന ഒരു കാര്യമായിരുന്നെങ്കിലോ അത് തൻ്റെ ഹൃദയത്തിലെടുക്കാതെ തൻ്റെ ഒരു കാതിലൂടെ കേട്ട് മറുകാതിലൂടെ കളയുന്ന ഒരു ചിന്തയായി മാത്രം മാതാവ് അതിനെ ഗൗനിച്ചായിരുന്നെങ്കിലോ നിശ്ചയമായും അവിടെ മാതാവിന് ആ വലിയൊരു ദൈവാനുഭവത്തെ സ്വന്തമാക്കാൻ കഴിയുകയില്ലായിരുന്നു. പക്ഷെ ഇന്നത്തെ വിശ്വാസി എങ്ങനെയാണ്? ഇന്നത്തെ വിശ്വാസി ഒട്ടും തന്നെ ഗൗരവമായി എടുക്കുന്നില്ല. അമ്മയും സക്കറിയാവും ഒക്കെ പേടിച്ചു എന്നതിനെക്കുറിച്ച് നമ്മൾ വളരെ വിമർശനാത്മകമായിട്ടാണ് പറയാറുള്ളത്. മാതാവ് പോലും ഭയപ്പെട്ടു വചനം കേട്ടിട്ട്, സക്കറിയാവ് പോലും ഭയപ്പെട്ടു വചനം കേട്ടിട്ട്. ഇവർ ഭയപ്പെട്ടത് വചനത്തിൻ്റെ സീരിയസ്നെസ്, ഗൗരവം അവരുടെ ചങ്കിനകത്തുള്ളത് കൊണ്ടാണ്. ദൈവം പറയുന്ന വാക്കുകളെ കുറിച്ചുള്ള ഗൗരവമുള്ള ഒരുത്തൻ വചനം ഒരല്പം വിറയലോടെ അല്ലാതെ കേൾക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ മനസ്സിലാക്കുകയാണ്, പിശാചിനു പോലും ദൈവത്തിൻ്റെ വാക്കുകളെ വിറയലോടുകൂടി സമീപിക്കുകയാണ്. വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, സാത്താൻ പോലും അവനിൽ വിശ്വസിക്കുകയും അവനിൽ വിറയ്ക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുക. സാത്താൻ അവനിൽ വിശ്വസിക്കുകയും സാത്താൻ അവനിൽ വിറയ്ക്കുകയും ചെയ്യുന്നുണ്ടെന്ന് പറയുക. ഈ വിറയൽ ഇന്നത്തെ വിശ്വാസിക്കില്ല. ഈ ഒരു ഭയഭക്തി ഇന്നത്തെ വിശ്വാസിക്കില്ല. എന്തുകൊണ്ടാണ് ഇന്നത്തെ വിശ്വാസിക്ക് ഈ ഭയം നഷ്ടപ്പെട്ടിരിക്കുന്നത്? ഭയം എന്ന് ഞാൻ പറയുമ്പോൾ അതൊരു ഫോബിയ എന്ന തലത്തിലേക്ക് പോകുന്നതിനെ കുറിച്ചല്ല ഞാൻ ഉദ്ദേശിക്കുക. മറിച്ച് വചനത്തെ ഗൗരവത്തോടെ എടുക്കുമ്പോൾ ഒരു വ്യക്തിക്ക് തൻ്റെ ഉള്ളിൽ തോന്നുന്ന ഒരു സീരിയസ്നെസ്, ഒരു ഗൗരവപൂർണമായ സമീപനം, അത് സൃഷ്ടിക്കുന്ന ഒരങ്കലാപ്പ്, ഞാൻ അതിനെയാണ് ഉദ്ദേശിക്കുക. അതൊരു ഫോബിയ ടൈപ്പിലോട്ട് പോകുന്നതിനെ അല്ല ഞാൻ ഉദ്ദേശിക്കുക. അങ്ങനെ പോകുന്നത് തീർച്ചയായിട്ടും ഒരു മാനസിക പ്രശ്നമാണ്. എന്നാൽ അങ്ങനെയല്ല, മറിച്ച് ദൈവവചനത്തിൻ്റെ ഗൗരവം ഉൾക്കൊള്ളുമ്പോൾ ഹൃദയത്തിൽ രൂപപ്പെടുന്ന ഒരു ഗൗരവമുണ്ട്, അതിൻ്റെ ഒരു ചഞ്ചലിപ്പുണ്ട്. ആ ഒരു ചലിക്കലാണ്, ആ ഒരു ഭയത്തെയാണ്, ആ ഒരു വിറയലിനെയാണ് ഞാനിപ്പോൾ ഗൗരവത്തോടെ പറയാനായിട്ട് ആഗ്രഹിക്കുക. ആ വിറയലാണ് മാതാവിൽ ഉണ്ടായത് എന്നുള്ളതിന് എനിക്ക് രണ്ടു പക്ഷമില്ല. പ്രിയപ്പെട്ടവരെ, ഗൗരവത്തോടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ വചനത്തെ ലാഘവത്തോടു കൂടി എടുക്കരുത്. ഇന്നത്തെ വിശ്വാസിയിൽ വചനം ജഡമായി രൂപപ്പെടാത്തതിൻ്റെ കാരണം വചനത്തെ ലാഘവത്തോടു കൂടി എടുക്കുകയാണ്.
പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ വളരെ ഗൗരവത്തോടെ നമ്മൾ ഹൃദയത്തിൽ വഹിക്കേണ്ട ഒരു കാഴ്ചപ്പാടാണിത്. ദൈവവചനത്തെ ലാഘവത്തോടെ എടുക്കാതെ ഗൗരവത്തോടെ സ്വീകരിപ്പാനായിട്ട് നമുക്ക് കഴിയണമെന്നുള്ളതാണ്. ജനുവരി മാസം 6-ാം തീയതിയിലേക്ക് കടന്നു വരുമ്പോൾ സഭ ധനഹാ പെരുന്നാൾ ആചരിക്കുന്നുണ്ട്. ഈ ധനഹാ പെരുന്നാളിനോടനുബന്ധിച്ച് നടക്കുന്ന ആ ഒരു അനുഭവം വളരെ ശ്രദ്ധേയമാണ്. നമുക്കറിയാം, അന്ന് യോഹന്നാൻ സ്നാപകന്റെ മാനസാന്തര സുവിശേഷം നമ്മൾ വളരെ ഗൗരവത്തോടെ കാണുകയാണ്. എത്ര തീവ്രമായിട്ടാണ് സ്നാപകൻ സംസാരിക്കുക. ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീനെന്ന് അണലി സന്തതികളെ എന്ന് വിളിച്ച് സംസാരിക്കുന്ന യോഹന്നാന്റെ ഭാവഭേദം നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ നമ്മൾ കാണുന്നത് എന്താണ്? ജനം വളരെ ഗൗരവത്തോടെയാണ് യോഹന്നാന്റെ വാക്കുകൾ എടുക്കുക, വളരെ ഗൗരവത്തോടെ, ഈ ഭയത്തോടെ. എന്നിട്ട് ഇങ്ങനെയാണ് മത്തായി സുവിശേഷത്തിലേക്ക് എഴുതിയിരിക്കുക: ജനം മുഴുവൻ യോഹന്നാന്റെ അടുക്കൽ വന്ന് തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് സ്നാനം സ്വീകരിച്ചു, മാനസാന്തരപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുക. പാപങ്ങൾ ഉപേക്ഷിക്കാനായിട്ടുള്ള ഒരു അനുഭവത്തിലേക്ക് കടന്നു വന്നു. ഇന്ന് വചനം കേൾക്കുന്ന വിശ്വാസിയിൽ പാപം ഉപേക്ഷിക്കാൻ നടക്കുന്നില്ല. ഇന്ന് വചനം കേൾക്കുന്ന വിശ്വാസിയിൽ വചനം രൂപാന്തരം സൃഷ്ടിക്കുന്നില്ല. വചനം ആ വ്യക്തിയുടെ ജീവിതത്തെ ചലിപ്പിക്കുന്നില്ല. മറിച്ച് അതൊരു ആശയമായി, അതൊരു ഇൻഫോർമേഷനായി, അതൊരു അറിവായി തലയുടെ മുകളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന അനുഭവമാണ്. ഇപ്പം ഞാൻ ഈ വചനം സംസാരിക്കുന്നുണ്ട്, ഷലോം ടി വിയിലൂടെ നിങ്ങളൊക്കെ കാലങ്ങളായി ദൈവവചനം കേൾക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരറിവെന്ന വണ്ണം നിങ്ങളുടെ തലയുടെ മുകളിലൂടെ യാത്ര പോകുന്ന ചിന്തകളായി മാത്രം ഇത് അവശേഷിക്കുന്നുവെങ്കിൽ ഗൗരവത്തോടുകൂടെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വചനത്തിന് ഗൗരവമില്ല. പരിശുദ്ധ അമ്മ വളരെ സീരിയസ്നെസ്സോടുകൂടി വചനത്തെ സ്വീകരിക്കുകയാണ്. അവിടെ ഗബ്രിയേൽ എന്താണ് മാതാവിനോട് പറയാ? നീ ഭയപ്പെടേണ്ട. എന്താ പറയാ? ഭയപ്പെടേണ്ട എന്ന് പറയാണ്. മറിയമേ, ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേര് വിളിക്കണം. എന്നിട്ടോ യേശുവിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ചില സന്ദേശങ്ങൾ ഇവിടെ ഗബ്രിയേൽ ദൈവദൂതൻ പങ്കുവെക്കുകയാണ്. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവൻ യേശു എന്ന് പേര് വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന്മേൽ എന്നേക്കും രാജാവായിരിക്കും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. അപ്പോൾ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ട് വചനത്തെ ഗൗരവത്തോടെ സ്വീകരിക്കുന്ന മാതാവിനോട് താൻ പറയാൻ ആഗ്രഹിക്കുന്ന സന്ദേശത്തിൻ്റെ കണ്ടന്റ് പങ്കുവെക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ അന്തസത്ത പങ്കുവെക്കുകയാണ് മാതാവ്. വളരെ ഗൗരവത്തോടുകൂടെ പറയാണ്. എന്താണ് കണ്ടന്റ്? എന്താണ്? നമുക്കറിയാം, അതാണ് പർപ്പസ്, അതാണ് പദ്ധതിയുടെ പങ്കുവെക്കൽ. യേശു നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവൻ യേശു എന്ന് പേരിടണം. അവൻ വലിയവനാകും, രാജാവാകും, ദാവീദ് വംശത്തിൽ ആയിരിക്കുവാൻ, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. യാക്കോബ് ഗൃഹത്തിന്മേൽ എന്നേക്കും രാജാവായിരിക്കും. ഈ ഒരു കണ്ടന്റ് കേട്ട് കഴിഞ്ഞാൽ ആർക്കും ഒന്ന് ഇങ്ങനൊരു കുഞ്ഞിനെ ഗർഭം ധരിച്ചാൽ കൊള്ളാമെന്ന് തോന്നും. കാരണം അതുപോലെ മനോഹരമായൊരു കാര്യമാണ് ഗബ്രിയേൽ ദൂതൻ പങ്കുവെക്കുക. കേട്ടാൽ ഇമ്പം തോന്നുന്ന, സന്തോഷം തോന്നുന്ന, ഏതൊരമ്മയും ഒരു മകനെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു രാജകീയമായ സന്തോഷം. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഗബ്രിയേൽ പങ്കുവെക്കുന്നത് ക്രിസ്തുവിലെ രാജത്വവുമായി ബന്ധപ്പെട്ട, രാജകീയതയുമായി ബന്ധപ്പെട്ട ഒരു സന്ദേശമാണ്. എന്നാൽ പ്രായോഗികതയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ എന്താ കാണുക? യേശുവിൻ്റെ പിറവിയുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്താ കാണുക? ഇവിടെ സന്ദേശം മുഴുവൻ പറയുന്ന അവൻ രാജാവായിരിക്കും എന്നാണ്. അപ്പോൾ കേൾക്കുന്ന വ്യക്തിക്ക് എന്ത് തോന്നും? രാജാവാ ജനിക്കാൻ പോകുന്നത്. അപ്പോൾ രാജാവിൻ്റെ ജനനത്തിനും ജീവിതത്തിനും സമാനമായ അന്തരീക്ഷമായിരിക്കും ഒരുക്കപ്പെടുന്നത് എന്ന ചിന്ത ഹൃദയത്തിൽ രൂപപ്പെടാൻ സാധ്യതയുണ്ട്. രാജാവാണ് ജനിക്കപ്പെടുന്നത് എന്നാണ് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, എന്നാൽ സംഭവിച്ചത് എന്താണ്? ജനനം കാലിത്തൊഴുത്തിലാണ്, നമുക്കറിയാം. പിന്നെ അങ്ങോട്ടുള്ള ജീവിതം മുഴുവൻ നമുക്കറിയാം. രാജാവിനെ എടുത്തുകൊണ്ട് ഓടേണ്ടി വന്നു ഈ അമ്മയ്ക്ക്. ആ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ മുഴുവൻ വധിക്കപ്പെടുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നു. പിന്നീട് എന്ത് സംഭവിക്കുന്നു? 12-ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ കാണാകുന്നു. പരസ്യ ശുശ്രൂഷയിൽ ഉടനീളം കുത്തും കോളും വേദനകളും നൊമ്പരങ്ങളും താൻ ഒരുപാട് അനുഭവിക്കുന്നു. അവസാനം കാൽവറിയിൽ എല്ലാവരും കൂടെ പിടിച്ചു കെട്ടി തൂക്കി കൊല്ലുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കാഴ്ചക്കെല്ലാം സാക്ഷിയാകേണ്ടിയും വരുന്നു ഈ അമ്മയ്ക്ക്. പ്രിയപ്പെട്ടവരെ, ഇവിടെ എന്തുകൊണ്ട് ഗബ്രിയേൽ
ദൂതറിയിച്ചപ്പോൾ നിന്റെ മകൻ രാജാവാകും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, പ്രവാചകനാകും, ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കും എന്നൊക്കെ പറഞ്ഞ നേരത്ത് അവന് കാലിത്തൊഴുത്തി പിറക്കേണ്ടി വരും, ആ കൊച്ചിനെ എടുത്തുകൊണ്ട് നിനക്ക് ഓടേണ്ടി വരും, അവനെ പള്ളി വെച്ച് കാണാതെ പോവും, അവനെ യഹൂദന്മാരെല്ലാം കൂടെ അവനെ ഉപദ്രവിക്കും, അവനെ അടിക്കും, ചവിട്ടും, കുത്തും, കുരിശി തറച്ച് കൊല്ലും, അവരവനെ വിധിക്കും, അവനവനെ കൊല്ലും. ഇതെല്ലാം നീ കാണേണ്ടി വരും. എന്തുകൊണ്ട് ആ മെസ്സേജ് ഗബ്രിയേൽ പറഞ്ഞില്ല? എന്തുകൊണ്ട് യേശുക്രിസ്തുവിന്റെ രാജത്വവുമായി ബന്ധപ്പെട്ട സന്ദേശം മാത്രം ഗബ്രിയേൽ പറഞ്ഞു? എന്തുകൊണ്ട് യേശുക്രിസ്തുവിന്റെ പീഠാനുഭവവുമായി ബന്ധപ്പെട്ട സന്ദേശം ഗബ്രിയേൽ പറഞ്ഞില്ല? എന്തായിരിക്കാം അതിന്റെ കാരണം? വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ. അതിന്റെ കാരണമായി ഞാൻ കാണുന്ന മറ്റൊന്നുമല്ല, ഗബ്രിയേൽ സംസാരിക്കുന്നത് സ്വർഗം ഗൗരവമായി കാണുന്ന വിഷയങ്ങളാണ് ഗബ്രിയേൽ സംസാരിക്കുക. സ്വർഗം ഗൗരവമായി കാണുന്ന കാര്യങ്ങളാണ് ഗബ്രിയേൽ സംസാരിക്കുക. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ഭൂമിയിലെ പീഡാസഹനങ്ങളെക്കാൾ സ്വർഗം ഗൗരവമായി കാണുന്നത് ഈ പീഡാസഹനങ്ങളുടെ അനന്തരം താൻ എത്തപ്പെടുന്ന സ്വർഗീയ രാജത്വത്തിൻ്റെ തലമാണ് സ്വർഗം ഗൗരവമായി കാണുന്നത്. ഇത് സ്വർഗത്തിൻ്റെ പ്രത്യേകതയാണ്. ഭൂമിയിലെ പീഡാനുഭവങ്ങളുടെ വലിപ്പമല്ല, ഭൂമിയിലെ പീഡാനുഭവങ്ങളുടെ അനന്തരഫലമായ ഒരു വ്യക്തി സ്വന്തമാക്കുന്ന സ്വർഗീയ രാജത്വത്തിൻ്റെ അനുഭവമാണ് സ്വർഗം ഗൗരവമുള്ളതായി കാണുന്നത്. അതുകൊണ്ടാണ് സ്വർഗം പീഡാനുഭവാനന്തരം സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ ഗൗരവമായി പങ്കുവെക്കുന്നത് എന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ തിരിച്ചറിയണം. ഓരോ വിശ്വാസിയും തിരിച്ചറിയേണ്ട ഒരു സന്ദേശമാണിത്. ഈ ഭൂമിയിൽ നാം ഓരോരുത്തരും ആയിരിക്കുന്ന നൊമ്പരങ്ങളുടെ, കഷ്ടതകളുടെ അനുഭവമല്ല, മറിച്ച് ആ കഷ്ടതകളിലൂടെ നീ സ്വന്തമാക്കുന്ന നിത്യത, 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 ആ നിത്യതയാണ് സ്വർഗത്തിൽ വലിപ്പമുള്ള ചിന്ത. സ്വർഗത്തിൽ ഗൗരവമുള്ള ചിന്ത അതാണ്. നിത്യതയാണ് സ്വർഗത്തിലെ ഗൗരവമുള്ള ചിന്ത. ഭൂമിയിലെ പീഡാനുഭവമോ, ഭൂമിയിലെ പോരാട്ടമോ, ഭൂമിയിലെ പ്രാർത്ഥനാ വിഷയങ്ങളോ, ഭൂമിയിലെ നൊമ്പരങ്ങളോ ഒന്നുമല്ല. സ്വർഗം ഗൗരവമായി കാണുക നിന്റെ ഭൂമിയിലെ ജോലിയല്ല. സ്വർഗം ഗൗരവമായി കാണുക നിന്റെ IELTS ഓസ്ട്രേലിയ അല്ല. സ്വർഗം ഗൗരവമായി കാണുക നിന്റെ ശരീരത്തിന്റെ ക്യാൻസറോ മറ്റു രോഗങ്ങളോ അല്ല. സ്വർഗം ഗൗരവമായി കാണുന്നത് നിന്റെ മരണമോ അല്ല. സ്വർഗം ഗൗരവമായി കാണുന്നത് മരണാനന്തരം നീ എത്തിച്ചേരാൻ സ്വർഗം ആഗ്രഹിക്കുന്ന നിത്യതയുടെ കൂടാരത്തിലെ ആനന്ദമാണ് സ്വർഗം ഗൗരവമായി കാണുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് സ്വർഗത്തോട് ചേർന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, സ്വർഗത്തിന്റെ ചിന്തകൾ ഉള്ളിൽ വഹിക്കാൻ കൊതിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, ഭൂമിയിലെ പീഡാനുഭവം ഒരു വിഷയമാക്കേണ്ട, ഭൂമിയിലെ കഷ്ടതകൾ ഒരു വിഷയമാക്കേണ്ട, കഷ്ടതകളുടെ അനന്തരം സ്വർഗത്തിൽ സ്വന്തമാക്കുന്ന നിത്യതയുടെ രാജത്വത്തിന്റെ ഗൗരവം സ്വന്തമാക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ വിളിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈ വാക്ക് പറയുമ്പോൾ മാതാവ് ഗബ്രിയേൽ ദൈവദൂതനോട് പറയുന്നു. എന്താണ് പറയുക? ഞാൻ പുരുഷനെ അറിയായകയാൽ ഇത് എങ്ങനെ സംഭവിക്കും? സംശയത്തോടു കൂടി തന്നെയാണ് മാതാവ് ചോദിക്കുക, ഞാൻ പുരുഷനെ അറിയായകയാൽ ഇതെങ്ങനെ സംഭവിക്കും? ഉടനെ ഗബ്രിയേൽ വളരെ ശാന്തമായി മാതാവിനോട് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുക. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, നീ ഗർഭം ധരിക്കും, നീ ഒരു പുത്രനെ പ്രസവിക്കും എന്ന്. വളരെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. എലിസബത്തിന്റെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് പറയാണ്, ദൈവത്തിന് യാതൊന്നും അസാധ്യമായിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഗൗരവത്തോടെ ചിന്തിക്കുക. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, എന്തുകൊണ്ടാണ് സഖറിയ പുരോഹിതന്റെ അടുത്തും ഗബ്രിയേൽ ദൈവദൂതൻ വരുമ്പോൾ ആദ്യം സഖറിയ പേടിക്കുന്നുണ്ട്, ഇവിടെയും മാതാവും ആദ്യം പേടിക്കുന്നുണ്ട്. ആ പേടി വന്ന സമയത്ത് രണ്ടുപേരോടും ഗബ്രിയേലിൻ്റെത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്രോച്ചാണ്. എന്താണ്? ആദ്യം സഖറിയായോട് പറഞ്ഞു, നീ പേടിക്കണ്ട, ഭയപ്പെടേണ്ട സഖറിയ, നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു. എന്നാൽ ഇവിടെ മാതാവ് പേടിക്കുമ്പോൾ മാതാവിനോട് പറയുന്നു, ഭയപ്പെടേണ്ട, ദൈവസന്നദ്ധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. മാതാവിനോട് പറയാണ് വീണ്ടും. അപ്പോൾ ആദ്യത്തെ പോർഷനിൽ രണ്ടുപേർക്കും ഒരുപോലെ ഭയം ഉണ്ടാകുന്നു, രണ്ടുപേരെ ആശ്വസിപ്പിക്കുന്നു. അത് വചനത്തെ സീരിയസ് ആയിട്ട് എടുക്കുന്നതിൻ്റെ ഗൗരവമാണ്. അത് അവരെ ആശ്വാസത്തിലേക്ക് ഗബ്രിയേൽ ദൂതൻ നയിക്കുകയാണ്. രണ്ടാം ഘട്ടത്തിൽ വരുന്നത് സംശയമാണ്. അവിടെ ഭയമല്ല, സംശയമാണ്.
ആദ്യത്തെ ഭയമൊക്കെ ഗബ്രിയേല് മനസ്സിലാക്കി, ഉൾക്കൊണ്ടു. പക്ഷെ രണ്ടാമത്തേത് സംശയമാണ്. എന്താ സംശയം? രണ്ടുപേർക്കുണ്ട് സംശയം. സക്കറിയായ്ക്കൊരു സംശയം. എന്താണ്? ഞാൻ വൃദ്ധനാകയാൽ, എൻ്റെ ഭാര്യ വയോവൃദ്ധയാകയാൽ ഇതെങ്ങനെ സംഭവിക്കും? മാതാവിനുണ്ട് സംശയം. എന്താണ്? ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും? ആദ്യത്തെ പേടി പ്രകടിപ്പിച്ച രണ്ടുപേരോടും ഗബ്രിയേലിൻ്റേത് ഒരേ അപ്രോച്ചായിരുന്നു. സക്കറിയായോട് പറഞ്ഞു, പ്രാർത്ഥന കേട്ടിരിക്കുന്നു, പേടിക്കണ്ട. മാതാവിനോട് പറഞ്ഞു, കൃപ ലഭിച്ചിരിക്കുന്നു, പേടിക്കണ്ട. എന്നാൽ രണ്ടാമത്തെ സംശയത്തോടെ ഗബ്രിയേലിന് ഉള്ള പ്രതികരണം രണ്ടും രണ്ടാണ്. ഒന്നാമത്തേത് സക്കറിയായോട് പറയുന്നു, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്, ഇത് സംഭവിക്കുന്നത് കാണുന്നത് വരെ നീ സംസാരിക്കില്ല, നിന്റെ സംസാര ശക്തി അവസാനിപ്പിക്കുകയാണ്. വളരെ സ്ട്രോങ് ആയിട്ട് ഗബ്രിയേലിനോട് പറയാം. പ്രിയപ്പെട്ടവരെ, അത് കഴിഞ്ഞ് എന്ത് സംഭവിക്കുന്നു? മാതാവ് ഇതുപോലെ സംശയം ചോദിക്കുമ്പോൾ മാതാവിനോട് ശാന്തമായി പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, നീ ഗർഭം ധരിക്കും, നീ പുത്രനെ പ്രസവിക്കും. സക്കറിയായി സംശയം ചോദിച്ചപ്പോൾ സക്കറിയായിക്ക് ശിക്ഷ കൊടുത്തു മാലാഖ, ദൂതൻ. എന്നാൽ മാതാവ് സംശയം ചോദിച്ചപ്പോൾ മാതാവിന് ശിക്ഷയില്ല. എന്താണ് അതിൻ്റെ കാരണം? എന്താണ് അതിൻ്റെ കാരണം? ഇതിൻ്റെ കാരണം സംബന്ധിച്ച് രണ്ട് വ്യാഖ്യാനങ്ങൾ പൊതുവെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒന്നാമത്തെ വ്യാഖ്യാനം ഞാൻ കേട്ടിട്ടുള്ളത്, മാതാവിന് ഗൗരവം കൊടുത്തത് കൊണ്ടാണ്. പരിശുദ്ധ മാതാവ് ദൈവമാതാവാണ്, സ്വർഗത്തിൻ്റെ രാജ്ഞിയാണ്. അതുകൊണ്ട് മാതാവിനോടുള്ള ഗൗരവം ഗബ്രിയേൽ ഉൾക്കൊള്ളുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മാതാവിന് ശിക്ഷ ലഭിക്കാതിരുന്നത്, സഖറിയായ്ക്ക് ശിക്ഷ ലഭിച്ചത് എന്നൊരു വ്യാഖ്യാനം ഞാൻ കേട്ടിട്ടുണ്ട്. രണ്ടാമതൊരു വ്യാഖ്യാനം ഞാൻ കേട്ടിട്ടുള്ളത്, സഖറിയ ഒരു പുരോഹിതനാണ്. ഒരു പുരോഹിതനിൽ നിന്ന് കൂടുതലായി സ്വർഗം പ്രതീക്ഷിക്കുന്നു, വിശ്വസ്തത പ്രതീക്ഷിക്കുന്നു, വിശ്വാസം പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ്. സഖറിയ ഒരു പുരോഹിതനായതുകൊണ്ട് സഖറിയ വിശ്വസിക്കേണ്ടതായിരുന്നു, ഒരിക്കലും സംശയിക്കാൻ പാടില്ല. ഒരു പുരോഹിതനൊന്നും ഒരിക്കലും സംശയിക്കാൻ പാടില്ല. മാതാവ് പിന്നെ ഒരു സാധാരണ പെങ്കൊച്ചല്ലേ, സാരമില്ല എന്നുള്ളൊരു നിലപാട് സ്വർഗം എടുത്തതായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ എൻ്റെ ഒരു മനസ്സിലാക്കലനുസരിച്ച്, ദൈവവചനത്തെ ഞാൻ മനസ്സിലാക്കിയ ഒരു രീതി അനുസരിച്ച്, മാതാവ് ഒരു പ്രായത്തിൽ കുറവുള്ള ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ പോലും മാതാവ് ന്യായപ്രമാണത്തിൻ്റെ വിഷയത്തിൽ, ന്യായപ്രമാണത്തിൻ്റെ അറിവിൻ്റെ വിഷയത്തിൽ അഗ്രഗണ്യയായിരുന്ന ഒരു വ്യക്തിയായിരുന്നു, ഒരു സംശയം വേണ്ട, ആ ചെറുപ്രായത്തിൽ പോലും. കാരണം ചെറുപ്പത്തിലെ ദേവാലയത്തിൽ എത്തപ്പെട്ടവളാണ് മാതാവ്, ദേവാലയത്തിൽ വളർന്നവളാണ് മാതാവ്. പുരോഹിത ശ്രേഷ്ഠന്മാരുടെ പരിചരണയിൽ വളർന്ന മാതാവിനെ സംബന്ധിച്ചിടത്തോളം ന്യായപ്രമാണത്തെക്കുറിച്ച് വളരെ ഗൗരവമുള്ള അറിവ് മാതാവിനുണ്ട്. മാതാവ് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്ന ഒരു വ്യക്തി അല്ലായിരുന്നെങ്കിൽ കൂടി ദേവാലയത്തിൽ നിന്ന് അവൾ വിവാഹം കഴിച്ച് മാറാൻ തീരുമാനമെടുത്തത് പോലും ന്യായപ്രമാണത്തിൻ്റെ അനുസരണത്തിൻ്റെ ഭാഗമാണ്. കാരണം പ്രായപൂർത്തിയായ ഒരു സ്ത്രീ ദേവാലയത്തിൽ വസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അന്നത്തെ നിയമം അനുസരിച്ച് ദേവാലയം അശുദ്ധമാകുന്ന സാഹചര്യങ്ങൾ ഉൾപ്പെടെയുണ്ട്. ഒരു സ്ത്രീയുടെ ശാരീരിക പ്രത്യേകതകൾ കൊണ്ട് അശുദ്ധമാക്കപ്പെടാനുള്ള ഒരു സാഹചര്യം വരെ ഉണ്ട്. അന്നത്തെ നിയമമാണ്, ഇന്നത്തെ നിയമം അല്ലാതെ. അപ്പോൾ അതുകൊണ്ട് ആ നിയമം അനുസരിക്കുന്നതിന് വേണ്ടി വിവാഹം കഴിക്കാൻ സന്നദ്ധയാകപ്പെടുക എന്ന് പറയുന്ന തലം വരെ സ്വീകരിച്ചവൾ. അപ്പം ന്യായപ്രമാണത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള മാതാവ്. അപ്പോൾ ന്യായപ്രമാണം അറിവില്ലാത്ത ഒരു കൊച്ചു പെൺകുട്ടിയോടുള്ള ഔദാര്യമൊന്നുമല്ല ഗബ്രിയേലിനുള്ളത്. അല്ലെങ്കിലും ദൈവകൽപ്പനയുടെ വിഷയത്തിൽ സ്വർഗത്തിന് ആരോടെങ്കിലും ഒരു ഔദാര്യമുണ്ടെന്ന് ഞാനും കരുതുന്നില്ല. ദൈവകൽപ്പന അനുസരിക്കാൻ അച്ഛനാണെങ്കിലും ബിഷപ്പാണെങ്കിലും സാധാരണക്കാരനാണെങ്കിലും കൊച്ചു കുഞ്ഞാണെങ്കിലും എല്ലാവരും ഒരുപോലെ ബാധ്യസ്ഥരാണ്. ദൈവകൽപ്പനയ്ക്ക് ഒരു പക്ഷഭേദമില്ല. ദൈവകൽപ്പന അനുസരിക്കാൻ എല്ലാവരും ഒരുപോലെ ബാധ്യസ്ഥരാണ്. പിന്നെ എന്തുകൊണ്ടാണ് മാതാവിന് എക്സ്ക്യൂസ്? എങ്ങനെയാണ് മാതാവ് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടത്? ദൈവത്തിൻ്റെ ആത്മാവ് അടുത്ത കാലങ്ങളിൽ എൻ്റെ ഹൃദയത്തിൽ തന്ന ശക്തമായൊരു ബോധ്യമാണ് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ആ ബോധ്യം മറ്റൊന്നുമല്ല പ്രിയപ്പെട്ടവരെ, ശിക്ഷ എന്നത്, ചെയ്യുന്ന തെറ്റിന് ഉടനടി ശിക്ഷ എന്നത് പഴയ നിയമത്തിൻ്റെ കാഴ്ചപ്പാടാണ്. പഴയ നിയമ സംവിധാനങ്ങളിൽ അങ്ങനെയായിരുന്നു. ഒരുത്തൻ തെറ്റ് ചെയ്താൽ ദൈവം അപ്പം തന്നെ അതിനുള്ളത് കൊടുക്കുക, അവൻ്റെ കാര്യം തീരുമാനമാകും. അതോടുകൂടി ആ ശിക്ഷയ്ക്ക്, ആ പാപത്തിന് അപ്പം തന്നെ പ്രതികാരം, ശിക്ഷ ലഭിക്കുക. എന്നാൽ പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ് ശിക്ഷ ഒഴിവാക്കി കൃപയിലേക്ക് ഒരു വ്യക്തി നയിക്കപ്പെടുന്നത്. യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യമാകുന്ന കൃപയാൽ
തെറ്റ് ചെയ്യുന്ന മനുഷ്യൻ യേശുക്രിസ്തുവിൻ്റെ കൃപയാൽ പൊതിയപ്പെട്ട് മാനസാന്തരത്തിനുള്ള അവസരത്തിലേക്ക് വീണ്ടും നയിക്കപ്പെടുന്നു. ഇത് യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം പുതിയ നിയമസഭയ്ക്ക് സൃഷ്ടിക്കുന്ന ഒരു മെറിറ്റാണ്. വാസ്തവത്തിൽ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം വഴി പുതിയ നിയമസഭ സ്വന്തമാക്കുന്ന ഒരു വലിയ അംഗീകാരമാണ്. എന്താണ് ആ അംഗീകാരം? യേശുക്രിസ്തു വഴി കൃപ ഒഴുകപ്പെടുന്നു. കൃപ വഴി മാനസാന്തരത്തിനുള്ള അവസരം എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ട് കിട്ടുന്നു. ശിക്ഷ ഒഴിവാക്കപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കുക. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഉള്ളിൽ യേശുക്രിസ്തുവാണ് രൂപപ്പെടുന്നത്. അതുകൊണ്ടാണ് സക്കറിയായോട് കൃപ എന്ന വാക്ക് ഗബ്രിയേൽ ഉപയോഗിച്ചിട്ടില്ല. ശ്രദ്ധിച്ചാൽ അറിയാം. സക്കറിയായോട് പറയുന്ന വാക്ക് ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു എന്നാണ് ദൂതൻ പറയുന്നത്. എന്നാൽ മാതാവിനോട് പറയുന്നത് ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് കൃപ കണ്ടെത്തപ്പെട്ടത്? അത് യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം വഴി. യേശുക്രിസ്തുവാണ് മാതാവിൽ രൂപപ്പെടുന്നത്. യേശുക്രിസ്തുവാകുന്ന വചനമാണ് മാതാവിൽ രൂപപ്പെടുക. യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം കൃപയുടെ സാന്നിധ്യമാണ്. ആ കൃപയുടെ സാന്നിധ്യം ശിക്ഷയിൽ നിന്ന് ഒരു വ്യക്തിയെ ഒഴിവാക്കുന്നു. സക്കറിയായിക്ക് യേശുക്രിസ്തുവാകുന്ന കൃപയുടെ സാന്നിധ്യം ലഭിച്ചില്ല. അതുകൊണ്ട് സംശയത്തിന് അപ്പോൾ തന്നെ ശിക്ഷ കിട്ടി. എന്നാൽ മാതാവിൻ കൃപ കണ്ടെത്തിയത് കൊണ്ട്, യേശുക്രിസ്തുവാകുന്ന കൃപയെ കണ്ടെത്തിയത് കൊണ്ട്, പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിലൂടെയുള്ള കൃപയെ കണ്ടെത്തിയത് കൊണ്ട്, പ്രിയപ്പെട്ടവരെ, എന്താ സംഭവിക്കുക? ശിക്ഷയിൽ നിന്ന് അമ്മ ഒഴിവാക്കപ്പെടുന്നു. പരിശുദ്ധാത്മാവിനാൽ അതിനെ അതിജീവിക്കാനുള്ള കരുത്തിലേക്ക് അമ്മ നയിക്കപ്പെടുന്നു. പുതിയ നിയമസഭയെ കേൾക്കുക. ഇന്ന് നീ ചെയ്ത തെറ്റിന് തക്കതായ ശിക്ഷ അപ്പോൾ നിനക്ക് കിട്ടാത്തത് യേശുക്രിസ്തുവാകുന്ന കൃപ പുതിയ നിയമസഭയെ ഭരിക്കുന്നതുകൊണ്ടാണ്, നിലനിൽക്കുന്നതുകൊണ്ടാണ്. യേശുക്രിസ്തു കൃപയായി നമ്മുടെ മധ്യേ ഉള്ളതുകൊണ്ടാണ്. ഞാൻ നിങ്ങളുടെ മെറിറ്റ് കൊണ്ടോ ക്രെഡിറ്റ് കൊണ്ടോ ഒന്നുമല്ല. യേശുക്രിസ്തുവിൽ കാൽവറിയിൽ യാഗമായി തീർന്ന ആ സാന്നിധ്യം, തൻ്റെ മനുഷ്യാവതാരം എന്ന് പറയുന്ന സാന്നിധ്യത്താൽ ലോക മനുഷ്യന് ദൈവം നൽകിയ സ്വർഗീയ വരദാനമായ കൃപ, ഗ്രേസ് നിങ്ങളെ പൊതിഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ്. നിങ്ങളുടെ മെറിറ്റ് കൊണ്ടോ ക്രെഡിറ്റ് കൊണ്ടോ ഒന്നുമല്ല. അതുകൊണ്ട് ഗൗരവത്തോടെ തിരിച്ചറിയുക. പുതിയ ഈ ആണ്ട് തമ്പുരാന്റെ കൃപയാൽ നീട്ടിക്കിട്ടപ്പെട്ട വർഷമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, ദൈവത്തിൻ്റെ കൃപയാൽ നീട്ടിക്കപ്പെട്ടതാ. കഴിഞ്ഞ ആണ്ടിൽ ഞാൻ ചെയ്ത പാപത്തിന് അനുസൃതമായി ദൈവം എനിക്ക് ശിക്ഷ വിധിച്ചിരുന്നെങ്കിൽ, വെറും ഒരു സംശയത്തിന് കുട്ടിയുണ്ടാകുന്നത് വരെ മിണ്ടാതെ പോയ സക്കറിയായിക്കിടേത് പോലത്തെ ശിക്ഷ ലഭിച്ചിരുന്നെങ്കിൽ ഞാനൊക്കെ എന്നേ പട്ടുപോകേണ്ടതായിരുന്നു. എന്നാൽ കൃപയാൽ 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 നീട്ടിക്കിട്ടപ്പെട്ടതാണ് പുതിയൊരാണ്ട് എന്ന ഗൗരവപൂർണമായ തിരിച്ചറിവിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളെ നയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ തമ്പുരാനെ, കേൾപ്പിച്ച ജീവന്റെ വചസ്സുകൾക്കായി നന്ദിയോടെ സ്തോത്രം. തമ്പുരാനെ, വ്യക്തിപരമായി വ്യക്തമായി അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ചതിനായി അങ്ങേ സ്തുതിക്കുന്നു. നാഥ, ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുന്ന് ഉടച്ചു വാർക്കണമേ. പുതിയ സൃഷ്ടിയുടെ ചൈതന്യത്തിലേക്ക് ഞങ്ങളെ മാറ്റണമേ. പുതിയ വർഷത്തിൽ അങ്ങയിലുള്ള വിശ്വാസത്തിൽ ജീവിപ്പാൻ, സംശയഭേദമന്യേ അങ്ങയെ വിശ്വസിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. നീട്ടിക്കിട്ടുന്ന ആയുസ് കൃപയാണെന്നുള്ള അവബോധം ഞങ്ങൾക്ക് നൽകണമേ. ദൈവവചനത്തെ ഗൗരവത്തോടെ എടുക്കുവാനുള്ള കൃപയും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകണമേ. പരിശുദ്ധ മാതാവേ, വിശുദ്ധന്മാരെ പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ.